15 ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുനൽകാമെന്ന് അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശിൽ 15 ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുനൽകാമെന്ന് സമാജ്വാദി പാർട്ടി. മറ്റ് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കരുതെന്ന നിബന്ധനയും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കാം എന്നാണ് SP അധ്യക്ഷൻ അഖിലേഷ് യാദവിൻ്റെ നിലപാട്. ചർച്ചകൾ പലതവണ നടന്നു കഴിഞ്ഞു. പല പട്ടികകളും കൈമാറി. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം ന്യായ് യാത്രയിൽ സമാജ്വാദി പാർട്ടി പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി, റായ്ബറേലി സീറ്റുകളടക്കം കോൺഗ്രസിന് നൽകിയിരുന്നു. എന്നാൽ റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം നേടാനായത്. അമേഠിയിലാകട്ടെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയും ചെയ്തു. ഇക്കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് സമാജ്വാദി പാർട്ടി നിലപാട് കടുപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യാ സഖ്യം രൂപവൽക്കരിച്ചത്. എന്നാൽ സീറ്റ് വിഭജനം സംബന്ധിച്ചോ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണോ തുടങ്ങിയ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഇതുവരെ ധാരണയുണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കാനുള്ള കാര്യത്തിലുള്ള നിലപാടും സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന പക്ഷം ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് അഖിലേഷ് യാദവിൻ്റെ നിലപാട്. 15ലധികം സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് അകലുമെന്നാണ് പാർട്ടി ഉൾവൃത്തങ്ങൾ നൽകുന്ന സൂചനയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വെല്ലുവിളിച്ചു. 2019 രാഹുൽ അമേഠി ഉപേക്ഷിച്ചു. ഇപ്പോൾ രാഹുലിൻ്റെ അമേഠി കൈയൊഴിഞ്ഞു. അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീഥികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും മന്ത്രി സ്മൃതി ഇറാനി കൂട്ടിച്ചേർത്തു.